നമസ്കാരം. ലൈം ലൈറ്റിൽ നിൽക്കാനായി പെടാപ്പാടുപെടുന്ന സന്ദീപ് വാര്യർ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വി.ഡി. സതീശനും സുധാകരനും തലവേദന ഇടിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരമാണ് അനുദിനം സന്ദീപ് വാര്യർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. കെ സുരേന്ദ്രൻ സന്ദീപിനെ കണ്ട് പേടിച്ചോടി എന്ന് വരെ സന്ദീപ് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സന്ദീപ് പറയുന്ന വീമ്പ് കാരണം പെടുന്നത് സാധാ കോൺഗ്രസ് പ്രവർത്തകരും ഉന്നത നേതാക്കളും അടക്കമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ പരസ്യമായ രഹസ്യമാണ് കോൺഗ്രസിൽ അധിക നാള് സന്ദീപ് വാഴില്ല എന്നത്. വാര്യർക്കെതിരെ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് വിജയൻ പൂക്കാടൻ അടക്കം പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സന്ദീപ് വാര്യർക്ക് KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകുന്നതിനെതിരായാണ് മുൻ AICC അംഗമായ വിജയന്റെ ഈ വിമർശനം. സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം നല്ലതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഉപദേശം പാർട്ടിക്ക് വേണ്ട എന്നാണ് വിജയൻ പൂക്കാടൻ ഫേസ്ബുക്കിൽ പറയുന്നത്. ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ കുറച്ചു ഭാഗം ഞാനിവിടെ പറയാം. കോൺഗ്രസിന് മറ്റു പാർട്ടിയിൽ നിന്നുമുള്ള നേതാക്കളുടെ ആവശ്യം ഇല്ല. എല്ലാ രംഗത്തും ശക്തമായ നേതൃനിരയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്, പ്രത്യേകിച്ചും കേരളത്തിൽ. സന്ദീപ് വാര്യർ കൊള്ളാം, ഇരിക്കട്ടെ, കൂടെ ആരും വന്നില്ലെങ്കിൽ പോലും. പക്ഷേ വാര്യരെ താങ്കളുടെ വല്ലാണ്ടുള്ള ഉപദേശം ഒന്നും ഇവിടെ വേണ്ട. ഇത് BJP അല്ല, ഇവിടെ നേതാക്കൾക്ക് വിലയിട്ട് വാങ്ങുന്ന പണിയൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് ഒതുക്കമെല്ലാം കാണിക്കണം, അത് നല്ലതാണ്. കോൺഗ്രസിലെ നേതാക്കൾ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് നീങ്ങാനും കഴിവും ശേഷിയും ഉള്ളവരാണ് അവർ. അങ്ങനെ പോകുകയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ്. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, സന്ദീപ് വാര്യരുടെ ഷോ ഇനി കോൺഗ്രസിൽ ആവശ്യമില്ല എന്നത് തന്നെയാണ്. KPCC ജനറൽ സെക്രട്ടറി സ്ഥാനവും ഒറ്റപ്പാലം നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ ഒരു സീറ്റും കൊടുക്കാമെന്നുള്ള വാഗ്ദാനത്തിലാണ് സന്ദീപിനെ കോൺഗ്രസ് തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിച്ചത് എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇക്കാര്യത്തിൽ സന്ദീപ് ഡൽഹിയിൽ നിന്നും ഉറപ്പ് വാങ്ങിയെന്നുള്ള വിധത്തിൽ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. സന്ദീപിനൊപ്പം ഒരുപാട് പേർ പാർട്ടി വിട്ടു വരും എന്നതായിരുന്നു കോൺഗ്രസിന്റെ ധാരണ. എന്നാൽ സന്ദീപ് അല്ലാതെ ഒരു ഈച്ച പോലും BJP വിട്ട് സന്ദീപിനൊപ്പം കോൺഗ്രസിലേക്ക് ചെന്നതുമില്ല. ഇതോടെ കോൺഗ്രസ് മനസ്സിൽ കണ്ടതെല്ലാം പാഴായി പോവുകയായിരുന്നു. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വീമ്പടിക്കുന്ന സന്ദീപിന് ഒരു കൂട്ടം ഫാൻസ് ഉണ്ട് എന്നത് സത്യമായ കാര്യം തന്നെയാണ്. എന്നാൽ അവർ BJPയുടെ ഫാൻസ് ആണ് എന്നുള്ളതാണ് സത്യം. സന്ദീപും കോൺഗ്രസും അത് ചിന്തിച്ചിട്ടില്ല എന്നത് ഒരു ആന മണ്ടത്തരം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ സന്ദീപിനെ ഒന്ന് എടുത്ത് കളഞ്ഞാൽ കൊള്ളാം എന്നത് തന്നെയാണ്. ഒരു കഴിവുമില്ലാത്തവൻ എന്നുവരെ കോൺഗ്രസിലെ നേതാക്കൾ ചിലർ സന്ദീപിനെ വിമർശിക്കുകയുണ്ടായി.